സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തിലും ഉണ്ടായാൽ മതിയത്. പക്ഷെ അത് പോരാതെ വന്നിരിക്കുന്നു. ഇപ്പം എന്ത് വേണം? അത് ഇവിടുത്തെ പൊതുസമൂഹവും ലിബറലുകളും ചാനലിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടി അംഗീകരിച്ചു തരണം. എന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രൂപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നിങ്ങളുടെ വേഷം, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ രീതി, ഇത് പുരോഗമനത്തിന് പറ്റിയതല്ല, ഇത് അപരിഷ്കൃതമാണ്. അവർക്കിത് പുരോഗമനാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തീവ്രവാദികളാക്കും, അല്ലെങ്കിൽ നിങ്ങൾ താലിബാനികളായി ചിത്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കും. ഇതാ ഇപ്പോൾ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ മതേതരത്വം പഠിപ്പിക്കാൻ ഇവരാരും വരണ്ട. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് എന്താ അറിയോ? അവനവന്റെ മതം അനുസരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അത് വേറൊരാളെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരും പ്രകോപിപ്പിക്കണില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം ഇന്ന് സമുദായത്തെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് നാളെ അഥവാ 25-ാം തീയതി ശനിയാഴ്ച അരീക്കോട് വെച്ചുകൊണ്ട് ഡയലോഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ ആരുടെയും മതേതര സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനാവശ്യമില്ല എന്നാണ് കൃത്യമായി ആ പ്രമേയം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സാധ്യമാകുന്ന ആളുകളൊക്കെ നേരിട്ട് തന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇതൊരു ഐക്യദാർഢ്യം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ, 4 ഭാഗത്തു നിന്നും ഇതിനെ കൊത്തിവലിക്കാൻ ആള് വരുമ്പോ, അതിനെ അണകെട്ടുമ്പോൾ, അതിന് മതില് കെട്ടുമ്പോൾ, അതിലൊരു കല്ലായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓൺലൈനിൽ പരിപാടി കേൾക്കുക, പക്ഷെ അത് നേരിട്ട് പോവുക എന്നുള്ളത് അതിനോട് കാണിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ഒരു നിലക്കും കഴിയില്ലെങ്കിൽ ഓൺലൈനിൽ വീക്ഷിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ദീനിനെ ദീനായി മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.